ഞാൻ രാജലക്ഷ്മി പിള്ളை. ഇന്ന് കൊച്ചിയിൽ നിന്ന് നമ്മൾ ഈ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ 2 യൂണിറ്റ്സ് ആണ് കവർ ചെയ്യുക. 7ാമത്തതും 8ാമത്തതും ഇന്റർനാഷണൽ റിലേഷൻസിന്റെ 2, 7, 8 ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ആദ്യമായിട്ട് 7ൽ പറയുന്നത് മുഴുവനും കൺസർവേറ്റീവ്സത്തിനെ പറ്റിയാണ്. ഫൗണ്ടേഷൻ എന്തൊക്കെയാണ്, അതിൻ്റെ കൺസർവേറ്റീവ്സിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, മേജർ വേർഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത്. ഈ ഇന്റർനാഷണൽ റിലേഷൻസിൽ എല്ലാവിധത്തിലും ഐഡിയൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിറ്റി, നോംസ്, റൂൾസ്. ഇതാണ് കൂടുതലായിട്ട് കൺസർവേറ്റീവ്സത്തിൽ നമ്മൾ നോക്കുന്നത്. അത് ഇൻഡിവിജ്വലിസ്റ്റിക് ആണോ, മെറ്റീരിയലിസ്റ്റിക് ആണോ, ഇന്റർപ്രിട്ടേഷൻസ് എങ്ങനെയാണ് ഇന്റർനാഷണൽ റിലേഷൻസിൽ പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ പരാമർശിച്ചിരുന്നു നേരത്തെ നിയോ റിയലിസവും നിയോ ലിബറലിസത്തെ പറ്റി പഴയ ക്ലാസ്സുകളിൽ പറഞ്ഞു വരുന്നു. അപ്പോൾ ഈ മെറ്റീരിയൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മിലിറ്ററി കപ്പാസിറ്റി, എക്കണോമിക് റിസോഴ്സസ്, ഇതൊക്കെയാണ് ഇന്റർനാഷണൽ റിലേഷൻസിൽ കൂടുതലായിട്ട് നമ്മൾ പരാമർശിച്ച് പോയത്. അപ്പൊ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ അനാർക്കിക്കൽ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ സ്റ്റഡീസിൽ പ്രത്യേകം എടുത്തു പറയുന്നത് ഓരോ സ്റ്റേറ്റിന്റെയും സെക്യൂരിറ്റിനെ പറ്റിയാണ്. ആ സെക്യൂരിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ഓരോ നേഷൻ സ്റ്റേറ്റ്സിന്റെ ബിഹേവിയർ അനുസരിച്ചിട്ട്. അപ്പോൾ ഈ ഡെവലപ്മെന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന മാതിരി തന്നെ നോക്കുമ്പോൾ, അതായത് വാറിന് ശേഷം കോൾഡ് വാർ വന്നു. നമ്മളുടെ സെക്കൻഡ് മഹാലോക യുദ്ധത്തിന് ശേഷം ഒരു കുറെ വർഷങ്ങളോളം നമ്മുടെ കോൾഡ് വാറാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ നിയോ റിയലിസത്തിൽ ബിലീവ് ചെയ്യുന്നത് ബാലൻസ്, അതായത് US-ന്റെ പവർ, ഓഫ്സെറ്റിന്റെ പവറും സോവിയറ്റ് യൂണിയന്റെ ബാലൻസ് ഓഫ് പവറിനെ പറ്റി നമ്മൾ പരാമർശിച്ചു പോയിരുന്നു. ആ ഡെവലപ്മെന്റ്സ് കോൾഡ് വാർ സമയത്ത് ഏതിന്റെ ലിബറലൈസേഷൻ എത്രത്തോളം പോവാം, ലിബറൽ ഓപ്റ്റിമിസം എത്രത്തോളം പോകാം എന്നുള്ളതൊക്കെ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ കാണുന്നത്, അതായത് സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷം ഒരു ഐഡിയോളജിക്കൽ ഡിവിഷൻസ് വരുന്നുണ്ട്. ആ വേൾഡിന്റെ ഡിവിഷൻസ്, വാല്യൂസിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ഡിവിഷൻസ് വരുന്നത്. ഇപ്പൊ ലിബറലിസത്തിൽ പറഞ്ഞിട്ടുള്ളത് കൂടുതലായിട്ടുള്ള ഇന്റർനാഷണൽ റിലേഷൻസ് ട്രാൻസ്ഫോം ചെയ്യുന്ന കോൺഫ്ലിക്റ്റ് വേണ്ട ടു കോൺഫ്ലിക്റ്റ് അല്ലാണ്ട് കോഓപ്പറേഷൻ ചെയ്യുന്നുള്ളതും, അത് എങ്ങനെയെന്ന് വെച്ചാൽ ഇന്റർ ഡിപ്പെൻഡൻസി, പരസ്പരം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടും ഡെമോക്രസിയിൽ കൂടെയും അതാണ് നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ സിവിൽ വാർസില് പല വിധത്തിലുള്ള സിവിൽ വാർ, ഓരോ ഇന്റർനാഷണൽ ടെററിസം, നോൺ സ്റ്റേറ്റ് വയലൻസ്, ജനസൈഡ്, ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഫെയിൽഡ് സ്റ്റേറ്റ്സും, അതായത് ബാക്കിയുള്ള എത്നിക് ക്ലിൻസിങ്ങും അതിന്റെ കോൾഡ് വാറിന്റെ അവസാനം വരെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഡെവലപ്മെന്റ്സിനെ കോൾഡ് വാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എബിലിറ്റിയാണ്. റിയലിസവും ലിബറലിസം എന്നുള്ളതിന്റെ എബിലിറ്റിയാണ്. ആ ക്രിറ്റിസിസത്തിൽ പറയുന്നത് മെറ്റീരിയൽ ഫാക്ടേഴ്സ് ആണ്. നെഗ്ലക്ട് ചെയ്തിട്ടുള്ള ഐഡിയൽ ഫാക്ടേഴ്സ് 2 കാരണമാണ്, മേജർ റീസൺസ് എന്നാണ് നമ്മൾ പരാമർശിച്ചിട്ടുള്ളത്. ഈ ഇൻസിഡൻസ് അല്ലെങ്കിൽ ജനസൈഡ്സ് സിവിൽ വാറിലേക്ക് മാറുകയും പിന്നെ അത് ഐഡിയോളജി ആയിട്ട്, ഐഡന്റിറ്റി ആയിട്ട് അനലൈസ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ പുതിയതായിട്ടുള്ള ഡെവലപ്മെന്റ്സ്, പുതിയതായിട്ടുള്ള സെറ്റ് ഓഫ് പ്രോബ്ലംസ്, നേഷൻ സ്റ്റേറ്റ്സ്, ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ്, സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സ്, ഇതൊക്കെ വരുമ്പോൾ ഇവിടെ അഡ്രസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ എൻവയറമെന്റ് ആണ്. ആ ഇന്റർനാഷണൽ എൻവയറമെന്റിൽ ഒരു ചേഞ്ച് അവിടെ വരുന്നു. ആ ചേഞ്ചിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ് കൺസർവേറ്റിസം എന്നാണ്. കൺസർവേറ്റിസം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡയറക്റ്റ് ആക്സസ് ഇല്ല, അല്ലെങ്കിൽ അതിനൊരു റിയാലിറ്റിക്ക് ഒരു ഡയറക്റ്റ് ആക്സസ് ഇല്ല, അതാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, സോഷ്യൽ വേൾഡില് ഓരോ ബേസിസ്, എത്ര എക്സ്പെൻസ് ഉണ്ട്, എത്ര പെർസെപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ. പിന്നെ അത് മാത്രമല്ല, ഇന്റർനാഷണൽ റിലേഷൻസിൽ ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആണ് ഈ കൺസർവേറ്റിസം. ആ കൺസർവേറ്റിസത്തില് എല്ലാ കൺസ്ട്രക്ഷൻ ചെയ്തു വന്ന ഹ്യൂമന്റെ വാല്യൂസ്, സോഷ്യൽ വാല്യൂസ്, ഐഡന്റിറ്റി, അസംഷൻസ്, റൂൾസ്, ഭാഷ, ഈ കൺസർവേറ്റിസത്തിന്
3 ലെയറായിട്ട് നമുക്കത് പരിഭാഷിക്കാം. ആദ്യത്തേത് മെറ്റാഫിസിക്സ്, സോഷ്യൽ തിയറി, ഇന്റർനാഷണൽ തിയറി. അപ്പോൾ മെറ്റാ ഫിസിക്കൽ സ്റ്റാൻസ് എന്ന് പറയുമ്പോൾ ഒരു ബ്രാഞ്ച് ഓഫ് സോഷ്യോളജിയാണ്. അവിടെ ഇന്റർപ്രറ്റ് എടുക്കുന്നതും റിയാലിറ്റിനെ പറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് സ്കോളേഴ്സിന് അതിനെ മെറ്റാഫിസിക്കൽ എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവന്നു. ഇനി അതിനെ സോഷ്യൽ തിയറി ആയിട്ട് കൊണ്ടുവന്നാലോ, രണ്ടാമത്തെ സോഷ്യൽ തിയറി ആയിട്ട് വരുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എത്രത്തോളം നോളേജ് ഉണ്ട്, നോളേജബിൾ ഏജൻസ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിലെ സോഷ്യൽ റിയാലിറ്റിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഈ ഷെയർഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും പെർസെപ്ഷൻസും ഒക്കെയാണ് അവിടെ പരാമർശിച്ചു പോകുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോളേജ് മാത്രമല്ല, നമ്മളുടെ ഫൈനലായിട്ട് പറയുകയാണെങ്കിലോ ഈ കൺസർവേറ്റിസം ഹോൾഡ് ചെയ്യുന്നത് ഇന്റർനാഷണൽ റിലേഷൻസ്, അത് ഒരു സോഷ്യൽ കൺസ്ട്രക്ഷനിലാണ്. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് മെത്തേഡ്സ് വേണം. ആ മെത്തേഡ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് നോംസും അതിന്റെ റൂള് എങ്ങനെയാണ് അത് ഫോൾഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ഈ കൺസർവേറ്റിസത്തിനെ നമ്മൾ നിക്കോളാസ് ഗ്രീൻവുഡ് 2 കോയിൻ ചെയ്യുന്നുണ്ട്. അതായത് അങ്ങേരുടെ ബുക്കിലാണ് എഴുതിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ളത് അനാർക്കി വാട്ട് ഈസ് മെന്റ് ബൈ എന്നുള്ളതാണ്. അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ചെയ്യാൻ പോയിട്ടില്ല, പുസ്തകം വായിക്കാം. ഫിലോസഫിക്കൽ കണ്ടീഷൻസ് എന്താണ് കൺസർവേറ്റിസത്തിൽ നോക്കുമ്പോൾ, അവിടെ ഫിലോസഫി പറയുന്നത് മുഴുവനും ഒരു നോളജ്, പ്രൊഡക്ഷൻ ഓഫ് നോളജ് ഈസ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് നോളജിന്റെ പ്രൊഡക്ഷൻ അവനവന്റെ കോൺഷ്യസ്നെസ് അനുസരിച്ചിട്ടാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നു. 19-ാം നൂറ്റാണ്ട് 18-ലും 19-ലും ഇതിലേക്ക് അതിനെ ഒരു ഒബ്ജക്റ്റീവ് ലെവലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് മനസാക്ഷി, അണ്ടർസ്റ്റാൻഡിങ് മനസാക്ഷി എന്നുള്ള പീരീഡിലേക്ക്. പിന്നെ ജർമ്മൻ തിങ്കേഴ്സ് ആയിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് മുഴുവനും അതിനെ ഒരു നാച്ചുറൽ സയൻസ് ആയിട്ട് എടുക്കുക, മെത്തഡോളജി, ഹ്യൂമൻ സയൻസിന്റെ മെത്തഡോളജി ആയിട്ട് അതിനെ മാറ്റാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോ ഈ എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഹ്യൂമൻ സയൻസ് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ മനസ്സ്, ഈ മനുഷ്യന്റെ മനസ്സ്, ഹ്യൂമൻ മൈൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഭാഷകളിൽ കൂടി, ആക്ഷനുകളിൽ കൂടി, ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടി. അപ്പൊ അതൊക്കെ ഏത് വിധത്തിൽ വരുന്നു, അതിന്റെ മെത്തേഡിന് വെച്ചുകൊണ്ടാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ഡിസ്ക്രിപ്ഷനും അതിന്റെ മനസാക്ഷിയുടെ വിശകലനം ചെയ്യുന്നത്. അനാലിസിസ് എന്ന് പറയും, വിശകലനം ചെയ്തെടുക്കുന്നത്. അത് അങ്ങനെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻസും ആ മോട്ടിവേഷൻസിന്റെ കൂടെ അതിന്റെ ഫോളോ ആയിട്ട് അതിന്റെ ആക്ഷൻസും വരുന്നു. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ നിൽക്കുന്നത്, ഇവിടെ ഈ കൺസർവേറ്റിസം എന്നുള്ള കോൺസെപ്റ്റ് തന്നെ വരുന്നത് ഒരു ഓസ്ട്രിയൻ ഫിലോസഫർ ആൽഫ്രഡ് ഷോർട്സിന്റെ ബേസിസിലാണ്. ആൽഫ്രഡ് പറയുന്നത് നമ്മളുടെ ആൾക്കാരുടെ അറിവ് അല്ലെങ്കിൽ അവരുടെ പെർസെപ്ഷൻസിന്റെയും ഇന്ററാക്ഷൻസിന്റെയും ബേസിലായിരിക്കും അത് വരുന്നത്. അപ്പൊ അങ്ങനെ വന്ന ശേഷം ഇതിനെ ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇവൻച്വൽ ആയിട്ട് അത് ഹാബിറ്റ് ആവുന്നു, പിന്നെ അത് ഇവൻച്വൽ ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ ഇന്ററാക്ഷൻ, ഓരോ സൊസൈറ്റിയുമുള്ള ഇന്ററാക്ഷനും അവരുടെ ഇന്റർപ്രിട്ടേഷൻസും അവരുടെ എക്സ്പീരിയൻസും എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഇതില് ഈ ഒരു കൺസർവേറ്റിസം എന്ന പദത്തിലേക്ക് എത്തിത്തീർന്നത്. ഇനി നമ്മൾ പിന്നെയും പറയാറുണ്ട് ഓരോരുത്തരുടെ ജനനം, അവരുടെ ഇവല്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് കൺസർവേറ്റീവ്സിന്റെ കോൺസെപ്റ്റ് പ്രകാരം ഓരോ ഐഡിയോളജിക്കൽ ഫാക്ടേഴ്സിൽ കൂടെ വരുന്നു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഓരോ ഡിസ്കോഴ്സും, ഓരോ ലാംഗ്വേജ്, ഒരു ഭാഷ അതിന്റെ ആക്ഷനിൽ കൂടെ വരുമ്പോഴും അതിന്റെ കോൺവെർസേഷൻ നമ്മൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സാധാരണ ജീവിതത്തിന്റെ ലൈഫിൽ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത്, ലാംഗ്വേജ് ഇൻ ആക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ആ വാക്കുകൾ കൂടിയാണ് ഈ സൊസൈറ്റിയിൽ പോകുന്നത് എന്നർത്ഥം. ഇനി ഇതിനെ ഓരോ എക്സിസ്റ്റൻസിലെയും ഒരു മൂന്നാമത്തെ ചർച്ച നടന്നിട്ടുണ്ട് ഇന്റർനാഷണൽ റിലേഷൻസിൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി റിയലിസം നിയോ ലിബറലിസത്തിന്റെ സിന്തസിസ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ 2 തിയറികളും മെറ്റീരിയൽ റിസോഴ്സസും കാറ്റലിസ്റ്റും ഡെവലപ്മെന്റ് എടുത്തിട്ട് ഒരു ഇന്റർനാഷണൽ സിസ്റ്റത്തിലേക്കും ഓരോ രാജ്യത്തിന്റെ ബിഹേവിയർ, നേഷൻ സ്റ്റേറ്റിന്റെ ബിഹേവിയറിലേക്കും കൊണ്ടുപോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം.
ഈ പോസിറ്റിവിസം കൊണ്ടുവന്ന ശേഷം യൂണിവേഴ്സൽ ലോസിൽ വരുന്നുണ്ട്. ആ ലോസിൽ വരുമ്പോൾ ഈ ഇറഗുലാരിറ്റീസിനെ പറ്റിയും അതിൻ്റെ ഫങ്ഷണൽ വർക്കിനെ പറ്റിയും വേൾഡിൽ എത്രത്തോളം നടക്കുന്നു എന്ന് നമ്മൾ ഒബ്ജക്ടിവിറ്റി, വാല്യൂ ന്യൂട്രാലിറ്റി നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇനി 4ാമത്തെ ഡിബേറ്റ് വന്നപ്പോഴത്തേക്കും അതിന്റെ പ്രൊപ്പോണൻസ് പോസിറ്റിവിസം ആണോ പോസ്റ്റ് പോസിറ്റിവിസം ആണോ ഇന്റർനാഷണൽ റിലേഷൻസിൽ വന്നത് 1980 ആണ് അതിനെപ്പറ്റി പരാമർശിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനെ എത്രത്തോളം അസംഷൻസ് എടുത്തിട്ടുണ്ടെന്നാണ്. ഈ അസംഷൻസ് പറയുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ വഴി വേൾഡ് ഉപയോഗപ്പെടുന്നുണ്ടോ? ഇതിനെ കോൺട്രഡി ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ കാണാറില്ല സൂര്യൻ, നക്ഷത്രം, അല്ലെങ്കിൽ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ഇതൊക്കെ ഒരു ഒബ്ജക്റ്റീവ് ലോസിലാണ് നമ്മൾ സോഷ്യോളജിയിൽ കാണുന്നത്. ഇതിന്റെ മനസ്സിലാക്കലും അതിനെ പരാമർശിക്കുന്നതും നമ്മളുടെ ഇൻഫ്ലുവൻസിനെ, അല്ലെങ്കിൽ അത് നമുക്ക് യൂണിവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കുകയും അതിന്റെ റിയാലിറ്റിയിൽ കൂടെ നമ്മൾ സോഷ്യൽ റിലേഷൻസ് കൊണ്ടുപോവുക എന്നതാണ് പറയുന്നത്. ഇനി ഓരോ ഒബ്ജക്റ്റിവിറ്റിയും അതിൻ്റെതായ പറയുമ്പോൾ അതിനെ ഒരു ഓൾട്ടറും ഒരു ഈഗോ എന്ന് പറയുന്നുണ്ട്. ഈ ഓൾട്ടർ ആൻഡ് ഈഗോ എന്ന് പറയുന്നത് ക്യാരക്ടറൈസേഷൻ എടുത്തു വരുമ്പോൾ അവിടെ എനി ഐഡിയ അല്ലെങ്കിൽ നേച്ചർ ഓഫ് അതർ എന്നുള്ള ഉദ്ദേശത്തിൽ വരുന്നു. ഇവിടെ സെയിം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, പരസ്പരമുള്ള റിലേഷൻഷിപ്പിനെയും ഇമാജിനറി ആണെങ്കിൽ കൂടെയും ഇന്ററാക്ഷൻസിൽ കൂടിയും ഇമാജിനറി ആയിട്ടുള്ള വാക്കുകളിൽ കൂടിയും എനിമിറ്റി ആണോ അത് ട്രാൻസ്ഫോം ആയി വരുന്നു, എനിമിറ്റിയിൽ നിന്ന് ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് എനിമിറ്റിക്ക് പോകുന്നു എന്ന് പരാമർശിക്കുന്നു. ഇതിന് ചില ഫാക്ടേഴ്സ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കുമ്പോൾ ഓരോ മാറ്റേഴ്സ്, അതായത് ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മിലിറ്ററി പവർ, പിന്നെ ഇക്കണോമിക് റിസോഴ്സസ്. ഈ മിലിറ്ററി പവറും ഇക്കണോമിക് റിസോഴ്സസും നമുക്ക് കൺസർവേറ്റീവ്സിൽ രണ്ടും ഐഡിയോളജി ഉണ്ട്. എക്സാമിനേഷൻ ചെയ്തു വരുമ്പോൾ ഐഡിയോളജി ഉണ്ട്, കൾച്ചർ ഉണ്ട്, നോംസ് ഉണ്ട്, പിന്നെ മെറ്റീരിയൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നോർത്ത് കൊറിയൻ ന്യൂക്ലിയർ വെപ്പൺ, ഒരു ഫ്രഞ്ചും ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൂടെയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ന്യൂക്ലിയർ വെപ്പൺ നോർത്ത് കൊറിയ ഉണ്ടാക്കിയത് ഡേഞ്ചറസ് ആണെങ്കിൽ ഫ്രഞ്ചുകാർ ഉണ്ടാക്കിയത് അത്രയും ബാധിക്കുന്നില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. കാരണം അവിടെ USA റിലേഷൻ, ഫ്രാൻസിന്റെ അടുത്തുള്ള റിലേഷനും നോർത്ത് കൊറിയയുടെ ഉള്ള റിലേഷനും വ്യത്യാസമാണ്. അതുകൊണ്ടാണ് അങ്ങനെ നോർത്ത് കൊറിയനെ ഒരു എനിമിറ്റിക്കൽ ലെവലിലാണ് കാണുന്നത്. ഇനി ഇതിൻ്റെതായ തന്നെ ഈ കൺസ്ട്രക്റ്റീവായിട്ട് US എന്താ വിചാരിക്കുന്നത്, റിയലൈസ് ചെയ്യുന്നു നോർത്ത് കൊറിയ അതർവൈസ് ആണ്, അല്ലെങ്കിൽ അത് ഇന്റർപ്രിട്ടേഷൻ, സോഷ്യൽ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസിലോ റോങ് സൈഡിൽ കൂടെ പോകുന്നു. മാത്രമല്ല അതിന് ഐഡന്റിറ്റീസിന് അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു എന്നുള്ളതും വിചാരിക്കുന്നു. ഇനി പരസ്പരമുള്ള ഏജൻസും അതിന്റെ സ്ട്രക്ചറുമായിട്ട് നോക്കുകയാണെങ്കിൽ സാച്ചുറൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതവിടെ സാച്ചുറൈസേഷൻ ആവും. സാച്ചുറൈസേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേഴ്സും ഏജൻസി മ്യൂച്വലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ തിയറി ഓഫ് സാച്ചുറൈസേഷൻ വരുമ്പോൾ മ്യൂച്വൽ ഇൻഫ്ലുവൻസ്, ബാക്കിയുള്ള ഇൻഫ്ലുവൻസ് ഏജന്റിന്റെയും സ്ട്രക്ചറിന്റെയും ഇന്റർനാഷണൽ റിലേഷൻസിൽ വരുന്ന എത്രത്തോളം അതിന്റെ റിലേഷൻഷിപ്പ് അവിടെ വരുന്നുണ്ട് എന്നാണ് നോക്കുന്നത്. ഇവിടെ ഈ റിലേഷൻഷിപ്പിനെ ബേസ്ഡ് ചെയ്തിട്ടായിരിക്കും കൺസ്ട്രക്ഷൻ തിയറി, സാച്ചുറേഷൻ തിയറിയും അതേമാതിരി നിയോ റിയലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റിയും എടുത്തു പറയേണ്ടി വരിക. ഇനി നമ്മൾ ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ സോഷ്യൽ കൺസ്ട്രക്ഷൻ, പവറിന്റെ കൺസ്ട്രക്ഷൻ, അതായത്
ശക്തി നേഷന്റെ പവർ ഇന്റർനാഷണൽ സിസ്റ്റത്തില് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അത് ഓരോന്നിനെയും പരസ്പരം ഏജന്റ് എത്രത്തോളം, അല്ലെങ്കിൽ നിയോ റിയലിസ്റ്റ് എത്രത്തോളം, അല്ലെങ്കിൽ നിയോ ലിബറൽ എത്രത്തോളം ഒരു ഏജന്റ് സ്ട്രക്ചറിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ ആയിട്ടുള്ള അനാർക്കിനെ പറ്റിയാണ്. ഈ അനാർക്കിയുടെ ടൈമിൽ രണ്ട് വിധത്തിലും നിയോ റിയലിസ്റ്റിക്സ് ആയാലും ശരി, നിയോ ലിബറൽസ് ആയാലും ശരി, എപ്പോഴാണോ ഒരു വേൾഡ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു നഷ്ടം ഇല്ലാണ്ടാവുന്നത്, അവിടെ മേജർ റീസൺ വരും. അവിടെ ഒരു കാരണം വരുന്നത്, അവിടെ ഇന്റർനാഷണൽ അനാർക്കി വരുന്നതിന്റെ കാരണം അവിടെ ഒരു ഭരിക്കാൻ വേൾഡ് ഭരണം ഇല്ലാത്തത് കൊണ്ടും അത് നാഷണൽ പ്രിഫറൻസ് കൊണ്ടും അതിനെ ഇന്റർനാഷണൽ അനാർക്കി എന്ന് നമ്മൾ പറയും. ഈ ഇന്റർനാഷണൽ അനാർക്കിയിൽ കൂടെ കൺസർവേറ്റീവ്സിന് ഇന്റർനാഷണൽ അനാർക്കിയെ പറ്റി ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട്. അപ്പൊ അവരും അവരുടേതായ ഒപ്പീനിയൻ പറഞ്ഞ് വേൾഡ് ഗവൺമെന്റ് ഇല്ലെങ്കിലും ഡിസോർഡറും വയലൻസിലേക്കും കൊണ്ടുവരാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇതിനെ 3 കാറ്റഗറി റൂൾസ് പറയുന്നുണ്ട്. ആ 3 കാറ്റഗറിയില് ഇൻസ്ട്രക്ഷൻ റൂൾസ് ഒന്നുണ്ട്, ഡയറക്റ്റീവ് റൂൾസ് ഒന്നുണ്ട്, കമ്മിറ്റ്മെന്റ് റൂൾസ് ഒന്നുണ്ട്. ഈ 3 റൂൾസ് പ്രകാരം ഇൻസ്ട്രക്ഷൻ റൂൾസ് സെറ്റ് ചെയ്യുന്നത് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. അതായത് സോവറിനിറ്റി, ഹ്യൂമൻ റൈറ്റ്സ്, ഇന്റർനാഷണൽ ലോ, അതിന്റെ പീസ്ഫുൾ ആയിട്ടുള്ള എക്സിസ്റ്റൻസ്. ഡയറക്റ്റീവ് റൂൾസ് പറയുന്നത് ആ ഓരോ പ്രിൻസിപ്പിൾസും അതിന്റെ പണിഷിങ് ഒഫൻഡേഴ്സും. അങ്ങനെ വരുമ്പോൾ ഒരു രാജ്യത്തിന്റെ സോവറിനിറ്റിനെ നമ്മൾ ഉപദ്രവിച്ചാൽ അവിടെ ബാക്കിയുള്ള വേൾഡ് ജോയിൻ ചെയ്ത് അവരെ എഗെയിൻസ്റ്റ്, അത് ആരാണോ ഒഫൻഡർ ആണോ അവർക്ക് എഗെയിൻസ്റ്റ് വരുന്നു എന്നർത്ഥം. ഇനി നമ്മൾ ഏറ്റവും കാരണവശാൽ ഈ അനാർക്കിക്കൽ പ്രാക്ടീസ് ഇന്ററാക്ഷൻസിലും നേഷൻ സ്റ്റേറ്റിലും വരുമ്പോൾ അവിടെ ഐഡിയൽ ഫാക്ടേഴ്സ് ആയിട്ടും പ്രാക്ടീസ് ആയിട്ടും ഇന്ററാക്ഷൻസ് ആയിട്ടും നേഷൻ സ്റ്റേറ്റ്സിനെ കാണുന്നു. ഈ റിലേഷൻഷിപ്പിനെ വെരി കോർഡിയൽ ആയിട്ടോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എങ്ങനെയാ നോക്കുന്ന വെച്ചാൽ, ഫ്രണ്ട്സ് ആണെങ്കിൽ കോർഡിയൽ ആയിട്ട് നോക്കും, സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ ചെറിയ ഒരു മന്ദതയോടെ നോക്കും, എനിമീസ് ആണെങ്കിൽ നമ്മൾ ഹോസ്റ്റൈൽ ആയിട്ടും അവരോട് വിരോധമായിട്ട് നോക്കും. ഇതൊക്കെ വരുന്നത് പരസ്പരമുള്ള ഇന്ററാക്ഷൻസിലും അതേമാതിരി പരസ്പരം ഓരോ നേഷൻ സ്റ്റേറ്റിനെയും എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നാണ്. മനസ്സിലാക്കുന്ന അനുസരിച്ചിട്ടായിരിക്കും പെരുമാറ്റം മാറുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ നമ്മള് കാറ്റഗറൈസ് ചെയ്യാൻ പോവാണ് കൺസർവേറ്റിസത്തിന്. 4 തരത്തിലാണ് ഒന്ന് മോഡേണിസ്റ്റ്, 2 മോഡേണിസ്റ്റ് ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ റൂൾ ഓറിയന്റഡ് കൺസർവേറ്റിസം, 3ാമത്തത് റാഡിക്കൽ, 4ാമത്തത് ക്രിട്ടിക്കൽ. അപ്പോൾ മോഡേൺ കൺസർവേറ്റിസം എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളത് നമ്മൾ അറിയണം. ഇതിൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള റിയാലിറ്റിയും അതിന്റെ മനസ്സാക്ഷിയിൽ കൂടെ ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നതിനാണ് നമ്മൾ പറയുക. അപ്പോൾ ഓരോ ഇൻഫ്ലുവൻസും നമ്മളുടെ മനസ്സാക്ഷിയിലെ ഇൻഫ്ലുവൻസിൽ കൂടിയായിരിക്കും അത് വന്നു പോകുന്നത് എന്ന് പറയുന്നു. ഈ റിയലിസം അല്ലെങ്കിൽ അപ്ലൈയിങ് ഏത് വിധത്തിലുള്ള ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡി നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. ഇനി ഈ കൺസ്ട്രക്ഷൻ ഇഫക്റ്റ് എത്രത്തോളം അനാലിസിസ് ചെയ്യുന്നു അതിന്റെ, അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം ഓരോ ഹിസ്റ്ററിയും അതിൻ്റെതായ ഇഫക്റ്റ് സർട്ടൻ കോസസ് കൊടുക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മോഡേണിസ്റ്റ് ആയിട്ടുള്ള കൺസർവേറ്റിസത്തില് നമ്മൾ പറയുന്നത് മുഴുവനും മനുഷ്യന്റെ ഇമാൻസിപ്പേഷനെ പറ്റിയാണ്. അപ്പോ മനുഷ്യൻ എത്രത്തോളം ഡിറ്റർമിൻഡ് ആയിട്ട് പ്രൈമർലി ഐഡിയാസ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ മെറ്റീരിയൽ ഫോഴ്സസ് കൊണ്ടുവരുന്നു, ഈ ഐഡിയാറ്റിസിനെ കൺസ്ട്രക്ട് ചെയ്ത് നേച്ചറിലേക്ക് എത്ര കൊണ്ടുവരുന്നു, ഇതൊക്കെ നോക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇവിടെ സ്ട്രക്ചറൽ കൺസർവേറ്റിസം വരുന്നുണ്ട്. അതേമാതിരി തന്നെ നമ്മളുടെ ലിയോ ലിബറൽസില് ഒരു സ്ട്രക്ചറിനെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെയോ അല്ലെങ്കിൽ കേപ്പബിലിറ്റിനെയാണ് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഈ ഓരോ വിധമായിട്ടുള്ള മോഡേണിസ്റ്റ് കൺസർവേറ്റിസത്തിനെ നമുക്ക് വേണമെങ്കിൽ ട്രഡീഷണൽ കൺസർവേറ്റിസം അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ കൺസർവേറ്റിസം എന്ന് പറയാം. ഇനി
മോഡേണിസ്റ്റ് ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ രണ്ടാമതായിട്ട് നേരത്തെ പറഞ്ഞ റൂൾ ഓറിയന്റഡ് കൺസ്ട്രക്ഷൻസിൽ എന്താണ് വരുന്നത്? അവിടെ സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുക. മോഡേൺ ലിംഗ്വിസ്റ്റിക് എന്നുള്ളതിൽ തന്നെ മനസ്സിലാകുന്നുണ്ട് ലാംഗ്വേജ് ആണെന്ന്. ആ ലാംഗ്വേജിനെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. അപ്പൊ ഒബ്ജക്റ്റീവ് നോളേജ് റിയാലിറ്റി, അതിന്റെ റിയാലിറ്റി എങ്ങനെയായിരിക്കും? അതിന്റെ ക്രിയേഷൻ വരുന്നത് ലാംഗ്വേജിൽ കൂടെ. ആ ലാംഗ്വേജിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് ബിഹേവിയർ, എന്താണ് ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് നമുക്ക് പരാമർശിക്കാം. ഇവിടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ റൂൾസും അതേമാതിരി തന്നെ ഡിറക്റ്റ് റൂൾസ്, നേരിട്ടുള്ള റൂൾ എന്താണ്, ഇൻസ്ട്രക്ഷൻ റൂൾ എന്താണ്, കമ്മിറ്റ്മെന്റ് റൂൾ എന്താണ് നമ്മൾ പറയുന്നു. അപ്പോൾ സ്പീച്ച്, അതിനെ സംസാരം എന്നുള്ളത് ഡിഫൈൻഡ് ആയി എന്താണ്? ലിംഗ്വിസ്റ്റിക് പെർഫോമൻസ് ഇൻ ദ ഫോം. ഏത് വിധത്തിലായിരിക്കാം? ഒരു കമാൻഡ് ആയിരിക്കാം, ഒരു റിക്വസ്റ്റ് ആയിരിക്കാം, ഒരു പ്രോമിസ് ആയിരിക്കാം. പക്ഷെ എന്നിരുന്നാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ലാംഗ്വേജിന്റെ ഇൻഫ്ലുവൻസിൽ കൂടിയാണ്. അപ്പോൾ അതിനെ ഇൻഫ്ലുവൻഷ്യൽ ഇന്റർനാഷണൽ റിലേഷൻ എന്ന് പറയാം. ഇനി ഇൻസ്ട്രക്ഷൻ പറയുമ്പോൾ അവിടത്തെ പറയുന്ന വാല്യൂസിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഓരോ കോൺസെപ്റ്റിനും പറയുന്ന അനുസരിച്ച് ഇൻസ്ട്രക്ഷൻ റൂളില് എല്ലാവിധ രാജ്യത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും സോവർണിറ്റിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുമെന്ന് പറയണം. എപ്പോഴാണോ അവരുടെ സോവർണിറ്റിനെ നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്യുന്നത്, അത് ബാഡ് പ്രാക്ടീസ് ആയിട്ട് വരും. ആ ബാഡ് പ്രാക്ടീസ് അവസാനം യുദ്ധത്തിൽ ചെന്ന് കലാശിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് റെസ്പെക്ട് സ്റ്റേറ്റ് സോവർണിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൽ കൂടാണ്ട് ഈ നേഷൻ സ്റ്റേറ്റ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഓരോ ഇന്റർനാഷണൽ ട്രീറ്റിനെയും അവരുടെ എൻവയറമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം, അവന്റെ ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതും അതും കമ്മിറ്റഡ് ആയിട്ടുള്ള റൂളിൽ കൂടെ കൊണ്ടുവരണം. ഈ ലിംഗ്വിസ്റ്റിക് കൺസർവേറ്റീവത്തിൽ പറഞ്ഞിട്ടുള്ള മാതിരി പല ഡിസ്കോഴ്സസും സ്പീച്ചസും കൺസ്ട്രക്ട് ചെയ്ത് സോഷ്യൽ റിയാലിറ്റിയിൽ എത്രത്തോളം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് മനുഷ്യരാശിയുടെ ഹ്യൂമാനിറ്റിയുടെ ഇമാൻസിപ്പേഷൻ, അവരുടെ ഉയർച്ചയ്ക്കുള്ള കാരണം വരിക. ഇനി റാഡിക്കലായിട്ടുള്ള നോക്കുകയാണെങ്കിലോ, റാഡിക്കലായിട്ട് നോക്കുമ്പോൾ അവിടെ രണ്ടിനും പോസിറ്റിവിസം, ഒബ്ജക്ടിവിറ്റി സ്ട്രക്ചറിൽ നമ്മൾ ലാംഗ്വേജ് പറഞ്ഞു. ആ സ്റ്റഡി സോഷ്യൽ ഫാക്ട്സ് ആണ് അവിടെ വരുന്നത്. ഇതിൽ കൂടെ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിലും ഒരു ഡീകൺസ്ട്രക്ട് ചെയ്ത് ഫിലോസഫേഴ്സ് പറയുന്നത് അനുസരിച്ച് റാഡിക്കൽ കൺസർവേറ്റീവ്സ് ഓരോ സബ്ജക്റ്റീവ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോഷ്യൽ റിയാലിറ്റി, എല്ലാവിധമായ റിലേഷൻഷിപ്പ്, അതായത് സത്യത്തിനും പവറിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതിനെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അവിടെ അനാർക്കി നമ്മൾ എടുത്തു പറയുന്നത്. അപ്പോ ഈ കൺസർവേറ്റീവ്സ് അല്ലെങ്കിൽ റാഡിക്കൽ കൺസർവേറ്റീവ്സ് ഈ പോയിന്റിനെ അവര് മെയിൻ സ്ട്രീം തിയറി ആക്കി കൊണ്ടുവരുന്നു. ഇതിന് ശേഷം ഈ അനാർക്കിയില് നമ്മൾ പറഞ്ഞു വരുമ്പോൾ റിട്ടൈൻ ചെയ്യുന്ന പവർ ഇന്റർനാഷണൽ സിസ്റ്റത്തിനും അതേമാതിരി തന്നെ ഡിസിപ്ലിൻ ലെവലിൽ കൊണ്ടുവരുമ്പോഴും ഇതിനെപ്പറ്റി എടുത്തു പറയുന്നു. ഇനി റിയലിസം എന്നുള്ളത് അതായത് സത്യാവസ്ഥയാണ്. പെസിമിസ്റ്റിക് ആണെങ്കിലും അതിന് വയലന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അർത്ഥം. ഇനി മാസ്കുലിൻ കൺസെപ്ഷൻ അല്ലെങ്കിൽ പവർ എന്താണ്, സ്റ്റേറ്റ് എന്താണെന്നുള്ളതിലും അവിടെ റിയലിസം നറേറ്റ് ചെയ്യുന്നത് മാസ്കുലിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയാണ്. ഇനി ക്രിട്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിലോ, ക്രിട്ടിക്കലായിട്ട് കൺസർവേറ്റീസത്തിനെ പറ്റി പറയുമ്പോൾ അവിടെ ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്റ്റീവ് റോൾ ഉണ്ടോ, നമ്മളുടെ മനസ്സ് ഇന്റർപ്രിട്ടേഷനിൽ ആക്റ്റീവ് റോൾ ഉണ്ടോ, അതാണ് അവിടെ നോക്കുന്നത്. ഈ തിയറിനെ എന്തിനാ ഇവോൾവ് ചെയ്യിക്കുന്നതെന്നുള്ള ഒരു ലെവലിലേക്കും കമ്പാക്റ്റബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഇനി ക്രിട്ടിക്കൽ കൺസർവേറ്റീവ്സിന്റെ ലെവലിൽ കൂടിയും എമാൻസിപ്പേറ്ററി വിഷനിൽ കൂടിയും റാഡിക്കൽ ആയിട്ടുള്ള കൺസർവേറ്റീവ്സ് വരുമ്പോൾ അവിടെ പ്രസന്റ് ആയിട്ട് വരുന്നത് ഏത് സിസ്റ്റം, ഹിസ്റ്റോറിക്കൽ പ്രോസസ്സിൽ ഏതാണോ അതിൽ കൂടി പോകണം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ക്രിട്ടിക്കൽ ആയിട്ടുള്ള കൺസർവേറ്റീവ്സ് ആയ ആൻഡ്രൂ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിന്റെ ഹിസ്റ്റോറിക്കൽ പ്രോസസ്സ് കണ്ടുപിടിച്ച്
ഈ മനുഷ്യരാശിയുടെ ഉയർച്ചയെ കണ്ടുപിടിക്കുകയും അവിടെയാണ് നമുക്ക് റോബർട്ട് കോക്സ് എന്ന് പറഞ്ഞ കൺസർവേറ്റീവ്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വളരെ ഇവാലുവേഷൻ, ഓരോ മോഡേൺ സോവറിൻ നേഷൻ സ്റ്റേറ്റ് ഇവാലുവേറ്റ് ചെയ്ത് വരുമ്പോൾ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനിൽ കൂടെ വരുന്നത്, അതും മാത്രമല്ല ഐഡന്റിറ്റീസ്, നോൺ കൺഫേം ചെയ്ത ഐഡന്റിറ്റീസും അവരുടെ ബോഡി പൊളിറ്റിക് ആയിട്ട് വരുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ കൺസ്ട്രക്റ്റിവിസം ഓഫർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ഓൾട്ടർനേറ്റീവ് എക്സ്പ്ലനേഷൻ ആണ്. അതായത് തീമിന്റെ, പരമമായ തീമിന്റെ, ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത് അവിടെ വേൾഡ് ഗവൺമെന്റ് ഇല്ല എന്ന്, ഒരു അനാർക്കി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അത് മാത്രമല്ല അത് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു വ്യത്യാസം വേണമെന്നും സജസ്റ്റ് ചെയ്യുന്നു. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ഞാൻ അടുത്ത ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ ആയതുകൊണ്ട് അവിടെ ക്രിട്ടിക്കലായിട്ട് നമ്മൾ ഇന്റർനാഷണൽ ബ്ലോക്സിൽ എത്രത്തോളം റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് പറയാൻ പോവാ. അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞു. പിന്നെ അവിടെ നിന്നാണ് ഈ കോൾഡ് വാർ എന്ന ഒരു സിസ്റ്റം വരുന്നത്, തുടക്കം വരുന്നത്. ഈ കോൾഡ് വാർ എന്ന് വെച്ചാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതായത് പരസ്പരം ആ കാലഘട്ടത്തിൽ കോൾഡ് വാർ, രണ്ടാം മഹാലോക യുദ്ധം തീർന്ന ശേഷം 2 സൂപ്പർ പവേഴ്സ് വന്നു 45 ശേഷം. ഈ കോൾഡ് വാർ എന്ന് പറയുന്ന പീരീഡ് വരുന്നത് 1945 മുതൽ 1990 വരെയാണ്. ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഒരു വ്യത്യാസമായിട്ടുള്ള പീരീഡ്, എവല്യൂഷനാണ്. പല വിധത്തിലുള്ള ഡിപ്ലോമസിയും നെഗോഷിയേഷൻസും ഒക്കെ നടക്കുന്ന ആ ഒരു പീരീഡാണ്. അതേമാതിരി തന്നെ ഈ മിലിറ്ററി ബിൽഡപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ആംസ് റേസ് വരുന്നുണ്ട്, മിലിറ്ററി ബ്ലോക്സ് വരുന്നുണ്ട്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ് ഈ കോൾഡ് വാറിൽ കൂടെ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ കോൾഡ് വാറിൽ പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് എന്നുള്ളത്. വാർ എന്ന് വെച്ചാൽ എപ്പോഴും ഹോട്ടായിരിക്കും, മനുഷ്യർ മരിക്കും, ഡിസൈൻ്റെ പല വിധത്തിലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടാവും. ഈ ഗോൾസിൽ കൂടെ നമ്മൾ ആലോചിച്ച് പരിപാലനം ചെയ്ത് കോൾഡ് വാറിനെ വേണമോ വേണ്ടയോ എന്നുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ആവശ്യമുണ്ട്, ആലോചന ആവശ്യമുണ്ട്, എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്. ഇവിടെ 4 ശതാബ്ദമാണ് ഈ കോൾഡ് വാർ കണ്ടിന്യൂ ചെയ്തു പോയത്. അത് വേൾഡിന് ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ കൂടിയും അവിടെ രാജ്യങ്ങളെ പല ഭാഗമായിട്ട് തിരിക്കുന്നു, സെവറൽ കൺട്രീസ് ആയിട്ട് തിരിക്കുന്നു. ആ തിരിച്ചു വരുമ്പോൾ പൊളിറ്റിക്കലി മിലിറ്ററി ബ്ലോക്സ് ആയിട്ടാണ് മാറുന്നത്. ആ പൊളിറ്റിക്കൽ സോഷ്യൽ മാറ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സൈഡിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും അടുത്ത സൈഡിലെ സോവിയറ്റ് യൂണിയനുമാണ്. അപ്പോൾ ഇതാണ് മേജർ ആയിട്ടുള്ള 2 പവർ ബ്ലോക്ക് അല്ലെങ്കിൽ 2 ഡിവിഷൻ. ഇതിന്റെ കൂടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടേതായ സഫറിങ്സ് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ എക്കണോമിക് ആയിട്ടുള്ള ധനപരമായ ഡെവലപ്മെന്റ് പല സ്ഥലത്തും തകർച്ചയിലേക്ക് പോവുകയും അത് ആയിരക്കണക്കിന് ആൾക്കാരുടെ നാശത്തിന്, അതേമാതിരി ദരിദ്രത്തിനും കാരണമാകുന്നു. ഈ കാലഘട്ടങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റ് എന്ന വിധത്തിലും ആന്റി കമ്മ്യൂണിസ്റ്റ് എന്ന വിധത്തിലും അപ്രൈസിങ്സ് ഉണ്ടാവുന്നു, റിപ്രഷൻ വരുന്നു, സിവിൽ വാർ നടക്കുന്നു, ഇന്റർവെൻഷൻ വരുന്നു. അപ്പോൾ ആഫ്രിക്കയിലും ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും കരീബിയൻ ബിസൈഡ്സ് ആയിട്ടുള്ള ഈസ്റ്റേൺ യൂറോപ്പിലും ഒക്കെ ഇത് എഫക്റ്റ് ആവുന്നുണ്ട്. നമ്മൾ എന്തിനാ പറയുന്നത്, ഈ 45 കൊല്ലം കോൾഡ് വാർ ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നു. ഇതില് അമേരിക്കയും സോവിയറ്റ് യൂണിയനും നേരിട്ട് ഫേസ് ടു ഫേസ് ബാറ്റിൽ ഫീൽഡിൽ വന്ന് വഴക്കുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അതിന്റെ കോൾഡ് വാർ എന്ന് പറയുന്നത്. പക്ഷെ ആ ഡയമെൻഷൻ എവിടെയാ പോയെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥത്തിൽ അവിടെ ഈ കോൾഡ് വാറിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഐഡിയോളജിയിലെ കവറാണ്. പിന്നെ ഒരു വാർസോ പാക്ട് ഉണ്ടായിരുന്നു. 2 കൺട്രികളും 2 രാജ്യങ്ങളും ഹൊസ്റ്റൈൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജീസിനെ പറ്റിയും വേൾഡ് പരാമർശിക്കുന്നു.
ഒരു സൈഡിൽ ക്യാപിറ്റലിസം ആണെങ്കിൽ ഒരു സൈഡിൽ സോഷ്യലിസം. അമേരിക്ക ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിൽ സോഷ്യലിസത്തിനെ എന്റർടൈൻ ചെയ്യുന്നവരാണ് റഷ്യൻസ് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ. ഇത് രണ്ടിന്റെയും കോൺസെപ്റ്റ് വ്യത്യാസമുണ്ട്. സോഷ്യോ എക്കണോമിക്, പൊളിറ്റിക്കൽ, കൾച്ചറൽ ഓർഗനൈസേഷനിൽ ഇത് കാണാൻ പറ്റും. അപ്പോ നമ്മൾ പറയുമ്പോൾ ക്യാപിറ്റലിസത്തിന് എടുത്ത് പറയുമ്പോൾ അത് ലിബറലായിട്ട് ഡെമോക്രസീനെയും ഫ്രീ ആയിട്ടുള്ള മാർക്കറ്റ് എക്കോണമിനെയും സപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം സോഷ്യലിസം ആണെങ്കിലോ അത് സോഷ്യലിസം സപ്പോർട്ട് ചെയ്യുന്നത്, ചാമ്പ്യൻ ചെയ്യുന്നത് സ്റ്റേറ്റ് ഓണർ ആവുക, ഓണർഷിപ്പ് നോട്ട് വിത്ത് ദ ഇൻഡിവിജ്വൽ. ഓണർഷിപ്പ് മുഴുവനും അതാത് രാജ്യമാണ് അതിന്റെ ഓണർഷിപ്പ് എടുക്കുക. വർക്കേഴ്സിന്റെ റൈറ്റ്സ് ഉണ്ട്, ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള സിസ്റ്റം കൊണ്ടുവരുന്നു. അപ്പോൾ സോവിയറ്റ് യൂണിയനിൽ നടക്കുന്നത് സോഷ്യലിസ്റ്റിക് വ്യൂ ഉള്ള ഒരു പ്രാക്ടീസാണ്. ഇതിനെ സോഷ്യലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവര് സോവിയറ്റ് യൂണിയൻ ഒരു ഇനീഷ്യേറ്റ് ചെയ്തു. ആ ഇനീഷ്യേറ്റ് ചെയ്ത ഒരു പ്ലാന്റെ പേരാണ് മോൾട്ടോവോ പ്ലാൻ. 1947 അവര് ബാക്കിയുള്ള യൂറോപ്യൻ അലൈസിനെ എല്ലാം സഹായിക്കാനും റീബിൽഡ് ചെയ്യാനും, അതായത് തിരിച്ച് അവരുടെ തകർന്നു പോയ ബിസിനസ്, തകർന്നു പോയ എക്കോണമിനെ റേസ് ചെയ്യാനും വേണ്ടിയിട്ട് അവരൊന്ന് കൂട്ടുന്നു. അതേസമയം അമേരിക്കൻസ് അവിടെ ആ കാലഘട്ടങ്ങളിൽ $multi-billion ഉപയോഗിച്ചിട്ട് മാർഷൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ റിക്കവറി പ്രോഗ്രാം കൊണ്ടുവരാണ് 1948. അതായത് പോസ്റ്റ് വേൾഡ് വാർ സിക്കായിട്ടുള്ള രാജ്യങ്ങൾക്ക് യൂറോപ്പിലേക്ക് സഹായം എന്നുള്ള ലെവൽ. ഈ മാർഷൽ പ്ലാൻ 4 കൊല്ലമാണ് നടത്തിക്കൊണ്ടുപോയത്. അതേസമയം മോൾട്ടോവോ പ്ലാൻ അതിന്റെ അവസാനം വരെ, USSന്റെ അവസാനം വരെ പോയിക്കൊണ്ടേയിരുന്നു. ഇതിനുശേഷം 1949 അതിനെ ഒരു പുതിയ പേരോടുകൂടി റഷ്യ മാറ്റി കൗൺസിൽ ഫോർ മ്യൂച്വൽ എക്കണോമിക് അസിസ്റ്റന്റ് എന്നുള്ള ലെവലിലേക്ക് മാറ്റി. അപ്പോൾ അമേരിക്ക എന്ത് ചെയ്തു? ഒരു വാർ ഫൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഇന്റർ ഗവൺമെന്റൽ മിലിറ്ററി അലയൻസ് കൊണ്ടുവന്നു. അതിന്റെ പേരാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, നാറ്റോ, 1949. അപ്പോൾ സോവിയറ്റ് യൂണിയൻ റൈവലറി ആയിട്ട് അവിടെ ഓപ്പോസിറ്റ് സൈഡില് ഒരു ട്രീറ്റി സൈൻ ചെയ്തു. ആ ട്രീറ്റിയുടെ പേര് ട്രീറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന്. ട്രീറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ്, കോഓപ്പറേഷൻ ആൻഡ് മ്യൂച്വൽ എക്സിസ്റ്റൻസ്. അതാണ് വാർസോ പാക്ട്. 1955 വാർസോ പാക്ട് സൈൻ ചെയ്യുന്നത്. ഇതിൽ രണ്ടിലും ഐഡിയോളജിക്കലി 2 റൈവലറി ഗ്രൂപ്പാണ് ഇംപ്രസ് ചെയ്ത് വന്നിട്ടുള്ളത്. കോൾഡ് ആണെങ്കിൽ കൂടിയും ഇതിന്റെ മിലിറ്ററി കോൺഫറന്റേഷൻസിലും വാറിംഗ് ക്യാമ്പ്സിലും ഒക്കെ കാണാൻ പറ്റും. ഈ കോൾഡ് വാർ, മിലിറ്ററി ഉപയോഗിക്കാണ്ടുള്ള വാറിനെയാണ് കോൾഡ് വാർ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അതിന് കോൾഡ് വാർ എന്ന് നാമം തന്നെ കിട്ടുന്നത്. പക്ഷെ ഇതിന്റെ ഐഡിയോളജിന്റെ വരുമ്പോ മിലിറ്ററി കോൺഫ്ലിക്റ്റ്, നോൺ മിലിറ്ററി കോൺഫ്ലിക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കോൾഡ് വാറിന്റെ ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്ട്സിൽ കൂടെയും ആ കാലഘട്ടങ്ങളിൽ അവിടെ മുഴുവനും, അതായത് യൂറോപ്യൻ സൈഡ്സിൽ മുഴുവനും ആഫ്രിക്ക, ഏഷ്യ, ലാറ്റിൻ അമേരിക്കനെയൊക്കെ ഫീച്ചറാക്കി കോൾഡ് വാറിലേക്ക് പരിചയപ്പെടുത്തുന്നു. ഇവിടെ ഇതിന്റെ കോൾഡ് വാറിന്റെ തുടക്കം തന്നെ, എക്സ്പ്ലനേഷനിൽ തന്നെ 2 ടേംസ് നമ്മൾക്ക് കാണാൻ പറ്റും. ഒരു ടേമിന്റെ പേര് ജിയോ പൊളിറ്റിക്കൽ, രണ്ടാമത്തെ പേര് ഐഡിയോളജിക്കൽ. എന്താ ജിയോ പൊളിറ്റിക്കൽ? ജോഗ്രഫിക്കലി പൊളിറ്റിക്കൽ ആയിട്ടുള്ളത് എന്നർത്ഥം. സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ 1917 യൂറോപ്യൻ മിലിറ്ററി ഇന്റർവെൻഷൻ ചെയ്തു റഷ്യയില്. 1918 കോൾഡ് വാറിൽ റഷ്യൻ വന്നു. ഇവിടെ സോഷ്യലിസ്റ്റിക് ഫ്യൂച്ചർ സ്റ്റേറ്റ് ആണ്. ബാക്കിയെല്ലാ ഒറിജിൻസ് കോൾഡ് വാറിൽ കൂടെ മിലിറ്ററി പാക്ട്സും വയലേഷനും അവരുടെ യൂറോപ്പിന്റെ ഗ്രേറ്റ് പവറിനെ വയലേഷൻ ചെയ്തിട്ടാണ് സെക്കൻഡ് വേൾഡ് വാർ നടന്നത്. ഇനി കോൾഡ് വാറിൽ 45 മുതൽ തുടങ്ങിയെന്ന് പറഞ്ഞിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ സോവിയറ്റും അമേരിക്കൻസും പവർഫുൾ ആയ നേഷൻസ് ആണെങ്കിൽ കൂടെയും ഇവരുടെ നർച്ചേർഡ് ആയിട്ടുള്ള എക്സ്പാൻഷൻ ആസ്പിറേഷൻസ് കുറയുന്നില്ല. ആ എക്സ്പാൻഡ് ആസ്പിറേഷൻസിൽ വഴി അവരുടെ പവറും അവരുടെ കേപ്പബിലിറ്റിയും വലുതാക്കി എടുക്കുകയാണ്. ഇതിനെ
കോൾഡ് വാറിന്റെ ഒരു ആംഗിൾ ഓഫ് പവർ അല്ലെങ്കിൽ കേപ്പബിലിറ്റി, എക്സ്പാൻഷൻ, ഇതിനെയാണ് നമ്മൾ വലുതാക്കി കൊണ്ടുവരിക, എക്സ്പാൻഡ് ചെയ്യുക. അതിനെയാണ് ജിയോ പൊളിറ്റിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് വിളിച്ചത് കോൾഡ് വാറിന്റെ ഒറിജിൻസ് തുടക്ക സമയത്ത്. ഇതിന് പോസ്റ്റ് വേൾഡ് വാർ സമയത്തും ആണ് ഇത് നടക്കുന്നത്. ഇനി 45-ൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും സോവിയറ്റ് യൂണിയനും രണ്ട് പവേഴ്സ് ആണെങ്കിൽ കൂടിയും അവര് യുണൈറ്റഡ് കിങ്ഡവും ഫ്രാൻസും മിലിറ്ററി വൈസ് അത് വീക്കായിരുന്നു. ഇതിനെ വേൾഡ് വാർ ടൈമിലെ ഡിഫീറ്റ് ചെയ്തത് ആക്സിസ് പവേഴ്സ് ആണ്. ഇവർക്ക് അവിടെ ആക്സിസ് പവേഴ്സിന്റെ ട്രസ്റ്റ് പോയി, രണ്ടിലുമുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇനി ഐഡിയോളജിക്കൽ എക്സ്പ്ലനേഷൻ എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും ഐഡിയ അതായത് 1917-ൽ റഷ്യയിലെ ബോൾഷെവിക് റവല്യൂഷൻ വരുന്നു. ഈ റവല്യൂഷൻ എന്താണ് ഇൻസ്പിറേഷൻ കിട്ടുന്നത്? കമ്മ്യൂണിസത്തിനെ പറ്റിയാണ്. അതായത് ഫിലോസഫറായ കാറൽ മാർക്സിന്റെ കമ്മ്യൂണിസവും ആ വർക്കേഴ്സിനുള്ള ഇമ്പോർട്ടൻസും മനസ്സിലാക്കുകയും വാൾഡിമർ ലെനിൻ അതിനെ ഒരു സസ്പിഷ്യത്തോടെ കാണുന്നു. അതേമാതിരി ഈ ഹോസ്റ്റിലിറ്റി, ക്യാപിറ്റലിസ്റ്റായ ആൾക്കാരുടെ, യൂറോപ്പിലുള്ള ക്യാപിറ്റലിസ്റ്റ് ക്ലാസിനെയും ഒരു സംശയത്തോടെ നോക്കുകയാണ്. മാത്രമല്ല US-ന്റെ ഈ സോഷ്യലിസ്റ്റ് റെവല്യൂഷന് ഒരു പവർഫുൾ ആയിട്ടുള്ള മെസ്സേജസ് ആണ് വരുന്നത്. വർക്കേഴ്സിനും പെസൻസിനും എല്ലാം കൂടെ ഒരു കോളനൈസ്ഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് വരുന്നു. ആ മെസ്സേജിൽ കൂടെ എന്താ പറയുന്നത് വെച്ചാൽ ഈ കോളനൈസേഷൻ മാറ്റണം, അല്ലെങ്കിൽ ക്യാപിറ്റലിസം മാറ്റിയിട്ട് കോളനൈസേഷനും ഇമ്പീരിയലിസത്തിലേക്കും വേണ്ടിയിട്ടുള്ള ഒരു കാരണമാണ് പറയുന്നത്. സോഷ്യൽ റെവല്യൂഷന്റെ സോവിയറ്റ് റവല്യൂഷനിൽ കൂടെ ഈ ഇന്ത്യയിൽ കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. എല്ലാരും സംസാരിക്കുന്നത് മുഴുവനും ഓരോ രാജ്യത്തിനെ ലിബറേറ്റ് ചെയ്യുക, അതായത് കൊളോണിയൽ പവറിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുക, സോഷ്യൽ ഓർഡർ അവരെ കൊണ്ടുവരണം. ഇതാണ് അവരുടെ ആവശ്യം. ഈ യൂറോപ്പിൽ അങ്ങനെയുള്ള ഒരു അവരുടെ വർക്കേഴ്സിന്റെ നന്മ, അതാണ് റെവല്യൂഷനിൽ വരുന്നത്. കമ്മ്യൂണിസ്റ്റും സോഷ്യലിസ്റ്റ് പാർട്ടീസും ഉണ്ടായത് 1920 ആണെങ്കിൽ കൂടിയും പല വിധത്തിലുള്ള ലാറ്റിൻ അമേരിക്കയിലും അതേമാതിരി യൂറോപ്യൻ കോളനി, ആഫ്രിക്കയിലും ഏഷ്യയിലും ഉള്ള കോളനികൾക്കൊക്കെ ഇത് വരുന്നുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 1925-ലാണ് ഇന്ത്യയിൽ ഫോം ആവുന്നത്. അതിന്റെ ഉദ്ദേശം വർക്കിംഗ് ക്ലാസ്സിനും കർഷകനും ഓർഗനൈസ് ചെയ്യാനും, അങ്ങനെ യൂറോപ്യൻ പവേഴ്സിന്റെ, വളരെ പ്രധാനമായ യൂറോപ്യൻ പവേഴ്സിന്റെയും US-ന്റെ ഹോസ്റ്റിലിറ്റിനെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. രണ്ടാമതായിട്ട് പറയുമ്പോഴോ സോവിയറ്റ് റവല്യൂഷൻ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്കിൽ കൂടെ കൊണ്ടുവരാണ്. അതിന്റെ സോളിഡാരിറ്റി, അതായത് ഓരോ രാജ്യത്തിന്റെ സോളിഡാരിറ്റിയും അവരുടെ കോപ്പറേഷനും ലിബറേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെയാണ് ഫസ്റ്റ് വേൾഡ് വാറിന്റെ വിഡ്രോ ചെയ്തെങ്കിൽ കൂടെയും റവല്യൂഷനായ സോവിയറ്റ് യൂണിയൻ എല്ലാ സീക്രട്ട് മിലിറ്ററി പാക്ട്സ് കണ്ടിരുന്നു. ഇത് കൂടാണ്ട് ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പലവിധ കോളനികളും ഓവർസീസിൽ ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ ആ കാലഘട്ടങ്ങളിൽ ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്ന് മാറി നിന്നു. യൂറോപ്യൻ ഇമ്പീരിയൽ പവേഴ്സ് ആ കാലഘട്ടങ്ങളിൽ US-നോട് ചോദിച്ചു, ഒരു മിലിറ്ററി ഇന്റർവെൻഷൻ റഷ്യയിൽ നടത്തണം. ആ റഷ്യൻ റവല്യൂഷൻ കൊടുമ്പിട്ട് കാലഘട്ടത്താണിത്. ഇത് ഡേഞ്ചറസ് ആണ്, അതായത് കൊളോണിയൽ മാസ്റ്റേഴ്സിന് ഇത് ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് അമേരിക്ക ഒരു ആർമീനെ പറഞ്ഞയക്കാൻ, അലൈഡ് ഫോഴ്സസും കൂടെ ചേർന്നിട്ട് ഒരു ആർമീനെ പറഞ്ഞയക്കുന്നു. സോവിയറ്റ് യൂണിയനിലേക്ക് 1918 അറ്റാക്ക് ചെയ്യുന്നു. ഈ ഇന്റർവെൻഷൻ വർഷങ്ങളോളം നിന്നു. ഈ അലൈഡ് മിലിറ്ററി ഇന്റർവെൻഷൻ, അതേമാതിരി ബോൾഷെവിക് റവല്യൂഷൻ, വാല്യൂസ്, ഫ്രീഡത്തിന്റെ വാല്യൂ, ഇതൊക്കെ ക്ലെയിം ചെയ്തിരുന്നതും റഷ്യൻ റവല്യൂഷൻ ഡേഞ്ചറസ് ആയിട്ട് മനസ്സിലാക്കിയത് അവരുടെ ഫ്രീഡത്തിനും അവരുടെ ഡെമോക്രസിക്കും എല്ലാം. അപ്പൊ ഈ സോഷ്യലിസത്തിനെ ടോട്ടലിറ്റാരിയൻ നെഗറ്റീവില് ഡെമോക്രസിയിലും ഹ്യൂമൻ റൈറ്റ്സിലും കൊണ്ടുവരുന്നു. ഈ ഐഡിയോളജിയിൽ നമ്മളുടെ ലാക്ക് ഓഫ് ട്രസ്റ്റ് കാരണം 1946-ൽ
ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ വിൻസ്റ്റൺ ചേർച്ചിൽ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സംസാരവും കൂടാണ്ട് അമേരിക്കൻ ഗവൺമെന്റിന്റെ ആറ്റം ബോംബ് ഡ്രോപ്പിംഗ്, ജപ്പാനിലെ ആറ്റം ബോംബ് ഡ്രോപ്പിങ്ങും അതും ഈ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള റൈവലറി, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് യൂണിയൻ, സോവിയറ്റ് യൂണിയനും USA തമ്മിലുള്ള ശത്രുത കൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾക്ക് 45 മുതൽ ഈ കോൾഡ് വാർ കാണാൻ സാധ്യപ്പെടുന്നത്. ഇവിടെ അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ചർച്ചിന്റെ സംസാരത്തിനെ പറ്റി ഞാൻ പറഞ്ഞു. ചർച്ചിൽ സംസാരിച്ചു, കമ്മ്യൂണിസ്റ്റായ ഫിഫ്ത്ത് കോളംസിൽ വഴി സംസാരിക്കുകയും അത് മാത്രമല്ല സംസാരത്തിൽ പറഞ്ഞു ഈ കമ്മ്യൂണിസം ഡെവലപ്പായി കഴിഞ്ഞാൽ യൂറോപ്യൻ കോളനീസിന് അത് വെസ്റ്റേൺ സദേൺ യൂറോപ്പിനും ഇത് പ്രശ്നം വരുമെന്ന് അങ്ങേര് പറയുകയും ചെയ്യുന്നു. ഇനി ഫൈനലായിട്ട് ചർച്ചിൽ ചോദിക്കുകയാണ് അവിടെ അമേരിക്കയോട് ഒരു ഫ്രീ വേൾഡ് എഗെയിൻസ്റ്റ് ആയ കമ്മ്യൂണിസ്റ്റ് വേൾഡിലേക്ക് ഒരു ത്രട്ടാണ്, ആ ത്രറ്റിനെ നിർത്തണമെന്ന് US ലീഡ് ചെയ്ത്, വെസ്റ്റിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ റോൾ ബാക്ക് കമ്മ്യൂണിസം എന്ന് വേണമെങ്കിൽ പറയാം അതിനെ. അങ്ങനെ അത് വളരെ കൂടുതലായിട്ട് കോൾഡ് വാറിൽ ഇന്റർവെൻഷനിലേക്കും വാറിലേക്കും ചെന്ന് അവസാനിക്കുന്നു. ഇനി കോൾഡ് വാറിനെ 3 തരത്തിലാണ് നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. പീരീഡായിട്ട് പറയാം, പല ഘട്ടങ്ങൾ. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് അതിന്റെ തുടക്കവും അതിന്റെ കാരണങ്ങൾ, എന്തുകൊണ്ടാണ് പരസ്പരം വിദ്വേഷം വരുന്നതിന്റെ കാരണങ്ങൾ. ആ കോൺഫറൻസ് നടന്നത് ക്രിമിയാസിലെ യാൾട്ട എന്ന സിറ്റിയിലാണ്, അതായത് ജർമ്മൻ സിറ്റിയിൽ പോർട്സ് ഡാമില് 1945 വാറിന് ശേഷം, അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ജർമ്മനി ഡെവലപ്പ് ചെയ്തിരുന്നു. ഈസ്റ്റേൺ യൂറോപ്യൻ സ്റ്റേറ്റ്സ് ആയിരുന്നു. പിന്നെ ജർമ്മനീനെ വെട്ടി മുറിക്കുകയാണ്, ഡിവൈഡ് ചെയ്യാണ്. ഓക്യുപ്പേഷൻ ഒരു ഭാഗം ബ്രിട്ടൻ, ഒരു ഭാഗം ഫ്രാൻസ്, ഒരു ഭാഗം സോവിയറ്റ് യൂണിയൻ, ഒരു ഭാഗം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് USA. അപ്പൊ അങ്ങനെ 4 ഭാഗങ്ങളും ഇവരെ ഭാഗം വെച്ചെടുക്കുകയും ഈ 4 രാജ്യങ്ങളാണ് യാൾട്ട കോൺഫറൻസിൽ നടന്നതും പോസ്റ്റ് ഡാം കോൺഫറൻസിലും അവരെ അറ്റൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു ന്യൂക്ലിയർ ഡിവൈസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇതിന്റെ വാർ അലയൻസിന്റെ കൂടെയും. അതേസമയം സോവിയറ്റ് യൂണിയന് അതേമാതിരി ഡ്രോപ്പ് ചെയ്ത് ജപ്പാനിൽ 1945 ബോംബ് ഡെവലപ്പ് ചെയ്ത് അവരെ അവിടെ ഇട്ടിരുന്നു. അപ്പൊ അവരുടെ USA സൂപ്പർ പവറാണ് അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ US എക്കോണമി ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വളർന്നു വരികയും അവരുടെ വാർ എഫക്റ്റ് ആയിട്ടുള്ള യൂറോപ്യൻ സ്റ്റേറ്റ്സിലെ കണ്ടുപിടിക്കുകയും പിന്നെ അവര് ഇൻഡസ്ട്രിയലൈസേഷൻ 1917 പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ എക്കോണമിയും ഇംപ്രസീവായി. ഇനി സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ ഇക്കണോമിക് ആയിട്ടും മിലിറ്ററി ആയിട്ടും ആ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. അപ്പോൾ ഇവിടെ 2 ബ്ലോക്ക് ജിയോ പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ യൂണിറ്റ്സ് വരുന്നു. അതേസമയം 1945 യുണൈറ്റഡ് നേഷൻസ് കൗൺസിൽ ഉണ്ടാവുന്നത്. ആ കൗൺസിൽ വഴി ഏറ്റവും വലിയ ഒരു നിർബന്ധമായിട്ടുള്ളത് നോട്ട് ടു അലൗ എനി തേർഡ് വേൾഡ് വാർ എന്നുള്ളതാണ്. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി ട്രൂമാൻ ഒരു ഡോക്ട്രിൻ കൊണ്ടുവരുന്നുണ്ട് 1947. അതിനെ പരാമർശിക്കുന്നത് ട്രൂമാൻ ഡോക്ടറിൻ ആണ്. ഇതിൽ കൂടെ അമേരിക്കയുടെ സ്ട്രാറ്റജി കണ്ടെയ്ൻ കമ്മ്യൂണിസം എന്നുള്ളതും അതിൽ കൂടെ കമ്മ്യൂണിസ്റ്റ് സിസ്റ്റത്തിനെ ഒപ്രസീവ് ആക്കാനും വാർണിംഗ് കൊടുക്കാനും എന്ത് വിധത്തിലും വാർണിംഗ് കൊടുക്കാനുമാണ് വരുന്നത്. ഈ സിഗ്നൽ, അതായത് അമേരിക്കന്റെ സിഗ്നലാണ് റെസിസ്റ്റ് ചെയ്യുക, അതായത് കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം എവിടെയും സ്പ്രെഡ് ചെയ്യാൻ പാടില്ല, അതിനെ കൺട്രോൾ ചെയ്യണമെന്നാണ് ഈ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഈ ഡോക്ടറിൻ വഴി ബാക്കിയുള്ള രാജ്യങ്ങളോട് ട്രൂമാൻ ചോദിച്ചത്. അപ്പോൾ ഈ അനൗൺസ്മെന്റിൽ കൂടെ പറയുന്നത് എല്ലാ ഡെമോക്രാറ്റിക് നേഷൻസും, അതായത് പുറത്തു നിന്നായാലും അകത്തു നിന്നായാലും കമ്മ്യൂണിസ്റ്റ് ത്രെറ്റ് വരുമ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യണം. അത് മാത്രമല്ല ട്രൂമാന്റെ അഡ്മിനിസ്ട്രേഷൻ US 400 കോടി മില്യൺ
അത് വേൾഡ് ഹെൽത്ത് എയ്ഡ് കൊടുക്കുന്നു. അമേരിക്കയുടെ സിവിലിയൻസിനെയും മിലിറ്ററി പേഴ്സണൽസിനെയും ബാക്കിയുള്ള സപ്പോർട്ട് ഗവൺമെന്റിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ അയക്കുന്നു. ഗ്രീസ് ആയാലും ടർക്കിയിലൊക്കെ അയക്കുന്നു. അതിനുശേഷം സോവിയറ്റ് യൂണിയൻ വച്ചിട്ടുള്ള എല്ലാവിധമായ മിഡിൽ ഈസ്റ്റിലും ഇവരുടെ സോവിയറ്റ് മെക്കനൈസേഷന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് നാഷണൽ സെക്യൂരിറ്റി വഴി നടത്തുന്നത്. ഇതിന് കമ്മ്യൂണിസ്റ്റ് അതോറിറ്റേറിയനിസം അല്ലെങ്കിൽ ട്രൂമാന്റെ വാക്കുകളിൽ പറഞ്ഞാൽ പോളിസി, അതായത് അമേരിക്കയുടെ പോളിസി എല്ലാവർക്കും ബാക്കിയുള്ളവരെ അടിച്ചമർത്തി ആംഡ് ഫോഴ്സസ് വെച്ചോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പ്രഷർ വെച്ചോ ഉള്ളതിന് പാടില്ല. പിന്നെ ട്രൂമാൻ അമേരിക്കയിലും ആഫ്രിക്കയിലും ഏഷ്യയിലും നടന്നതിനെ പറ്റി ഒന്നും പരാമർശിക്കുന്നില്ല. അപ്പോൾ സോവിയറ്റ് യൂണിയന്റെ ടോട്ടലിറ്റാറിയനിസം ആണ് അവിടെ പരാമർശിച്ച് പോകുന്നതും ഈ ഫോറിൻ പോളിസി അനൗൺസ്മെന്റ് ചെയ്യുന്നതും വളരെ ഒരു ഔട്ട്ബ്രേക്കിന് ശേഷം. ഈ ഔട്ട്ബ്രേക്ക് ഇന്റർനാഷണൽ ആയിട്ടും എക്കണോമിക് കമ്മിറ്റ്മെന്റ് ആയിട്ടും വരികയാണ് ചെയ്യുന്നത്. ഇതിൽ കൂടെ അപ്പോൾ ഈ ട്രൂമാൻ ഡോക്ട്രിൻ വഴി അവര് പല വിധത്തിലുള്ള ഇന്റർവെൻഷൻസ്, നേരിട്ടായിക്കോട്ടെ ഇൻഡയറക്റ്റ് ആയിക്കോട്ടെ കവേർട്ട് ആയിക്കോട്ടെ, അവര് മിലിറ്ററി ആയിക്കോട്ടെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും അവർ ഇന്റർഫിയർ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ മൂന്നാം ലോകമായ, അതായത് തേർഡ് വേൾഡ് എന്ന് പറയുന്നത് ഫ്രീഡമും ഡെമോക്രസിയും തുടങ്ങി വരുന്ന ഭാഗമാണ്. ഇവിടെയൊക്കെ അവരുടെ പവറിനെ കൊണ്ടുവന്ന് അമേരിക്കൻ ഫോറിൻ പോളിസി സെറ്റപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു ആ പോളിസി വഴി കൊണ്ടുവന്നുള്ള കാര്യങ്ങൾ. ഇതിന്റെ കീ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിസികൾ എന്താ വെച്ചാൽ ഫോറിൻ പോളിസി. അതായത് ഫോറിൻ പോളിസി വഴി അവർ മിലിറ്ററി ഇമ്പോർട്ടൻസ് ആക്കും. ബയലാറ്ററൽ മിലിറ്ററി ഡിഫൻസ് ട്രീറ്റീസ് സൈൻ ചെയ്യും. എസ്റ്റാബ്ലിഷ്മെന്റ്, അതായത് മിലിറ്ററി ബേസ്, പല സ്ഥലത്തും മിലിറ്ററി ബേസ് ഉണ്ടാക്കും, അവിടെ ഫെസിലിറ്റീസ് ഉണ്ടാക്കും. ബാക്കിയുള്ള രാജ്യങ്ങളിൽ അവരുടെ ധനപരമായ ടെക്നിക്കൽ എയ്ഡ് കൊടുത്തും അസിസ്റ്റൻസ് കൊടുത്തും ഡിക്റ്ററ്റോറിയൽ ആയിട്ടും ഡെമോക്രാറ്റിക് ആയിട്ടും സംസാരിച്ചും അവരെ കൺട്രോൾ ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ മോൾട്ടോ പ്ലാൻ വരികയാണ് 1947. അപ്പോൾ നേരത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു മാർഷൽ പ്ലാൻ 1948 കൊണ്ടുവരുന്നു. ഈ മാർഷൽ പ്ലാനിന്റെ പ്രോഡക്റ്റ് ട്രൂമാൻ ഡോക്ട്രിൻ വന്ന ശേഷമാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ഈ പോളിസികളെ എക്കണോമിക് പോളിസിനെ സഹായിക്കുമ്പോൾ അത് റിക്വയർ ചെയ്യുന്നത് എന്താവശ്യത്തിൽ വെച്ചാൽ റീകൺസ്ട്രക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയുടെ മൾട്ടി ബില്യൺ മാസ്റ്റർ പ്ലാൻ ഒരു സൈഡിലും പോസ്റ്റ് വാർ സിക്കായിട്ടുള്ള കൺട്രികൾക്ക് സഹായം, വെസ്റ്റേൺ യൂറോപ്പിലേക്ക് സഹായവും വേറൊരു സൈഡിലും ഉണ്ടായിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവരെ ജിയോ പൊളിറ്റിക്കൽ വിധമായും ഐഡിയോളജിക്കൽ വിധമായും കോൾഡ് വാർ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. സോവിയറ്റ് യൂണിയൻ ആ കാലഘട്ടത്തിൽ ന്യൂക്ലിയർ വെപ്പൺസ് 1949 എടുക്കുന്നു, പരാമർശിക്കുന്നു. അല്ലെങ്കിൽ കപ്പാസിറ്റി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും വേഗം തന്നെ അമേരിക്ക ഒരു ഇന്റർ ഗവൺമെന്റൽ മിലിറ്ററി അലയൻസ് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രികളുമായിട്ട് ചേർന്ന് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി നാറ്റോ ഓർഗനൈസേഷൻ വരുന്നു. ഇതിന്റെ ബർത്തോടുകൂടി വേഗം തന്നെ സോവിയറ്റ് യൂണിയൻ ഒരു സൈൻ ചെയ്യുന്നുണ്ട്. ആ സൈനിന്റെ പേര് ട്രീറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ്, കോഓപ്പറേഷൻ ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ്. അതാണ് വാർസോ പാക്ട് എന്ന് പറയും. 1955 ഇത് ബാക്കിയുള്ള ഈസ്റ്റേൺ യൂറോപ്യൻ അലയൻസിനെ കൂട്ടിയിട്ടാണ് വരുന്നത്. ഇതിന്റെ കൂടെ ചൈനീസ് ആയ കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ വരികയും 1949 വരുന്നു. അത് അവർ 2 സെപ്പറേറ്റ് സോൺ ആയിട്ട് മാറുന്നു, നോർത്ത് ആൻഡ് സൗത്ത്. അവിടെ ജാപ്പനീസ് സോൾജേഴ്സ് സോവിയറ്റ് യൂണിയന് സറണ്ടർ ചെയ്യുന്നുണ്ട് നോർത്തില്. അതേമാതിരി സൗത്തില് സദേൺ പാർട്ടില് അമേരിക്കൻസിനോട് ജാപ്പനീസ് സോൾജർ സറണ്ടർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ റൈവലറി ബ്ലോക്കായി മാറുകയും ചെയ്തു. ഇതിന്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള പരാമർശിക്കപ്പെടുന്നത് ബേസ്റ്റ് ആയിട്ടുള്ള വന്നത് ക്യൂബൻ മിസൈൽ ക്രൈസിസിലാണ്. ക്യൂബൻ മിസൈൽ ക്രൈസിസിൽ 1959 വരുന്നത്. അവിടെ റവല്യൂഷണറി വളരെ നഷ്ടപ്പെട്ട അറേ
അമേരിക്കൻ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതേമാതിരി തന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾ ഏതൊക്കെ നഷ്ടപ്പെട്ടോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാരണങ്ങളാണ് അവിടെ കൊണ്ടുവരുന്നത്. ഈ ക്യൂബന്റെ റവല്യൂഷനിൽ ഇവിടെ ക്യൂബൻ ഇൻഡസ്ട്രി, ഷുഗർ ഇൻഡസ്ട്രിയിൽ ആയിരുന്നു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതേമാതിരി അമേരിക്കയുടെ ഇൻവേഷൻ ഉണ്ടായിരുന്നു, അത് ഫെയിൽഡ് ആയ ഇൻവേഷൻ ബേ ഓഫ് പിഗ്സില് ക്യൂബയില്. പിന്നെ ഫിഡൽ കാസ്ട്രോ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് ക്യൂബൻ റവല്യൂഷൻ അത് സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള റവല്യൂഷൻ ആണ്. അത് മാത്രമല്ല അവർക്ക് അവരുടെ സെക്യൂരിറ്റി മുഴുവൻ സോവിയറ്റ് മിലിറ്ററി ആണ് ചെയ്യുന്നത്. ഇത് ക്യൂബന്റെ ആക്ടിവിറ്റീസ് US എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നു. അപ്പൊ ഈ ക്യൂബൻ ഷുഗർ എക്സ്പോർട്സ് അമേരിക്കയിൽ നിന്ന് സോവിയറ്റ് യൂണിയൻ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ സോവിയറ്റ് യൂണിയനെ സ്ട്രാറ്റജിക് ആയിട്ട് അവർ ഗെയിൻ ചെയ്യുകയും എഗെയിൻസ്റ്റ് ആയിട്ട് US എഗെയിൻസ്റ്റ് ആയിട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെയാണ് ന്യൂക്ലിയർ മിസൈൽസ് ഇൻ ക്യൂബ ലേറ്റർ ആയിട്ട് കൊണ്ടുവരുന്നു. ഈ കരീബിയൻ ഐലൻഡ് ആയ ക്യൂബയില് അതായത് 90 മൈൽസ് US ദൂരമാണെങ്കിലും പ്രസിഡന്റ് കെനഡി ആ കാലഘട്ടങ്ങളിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അമേരിക്കൻ സെക്യൂരിറ്റി സിസ്റ്റത്തിന് വേണ്ടി ഓർഡർ ചെയ്യാൻ, ബ്ലോക്കേഡ് ചെയ്യാൻ, ക്യൂബനെ ബ്ലോക്കേഡ് ചെയ്യാനും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ക്യൂബയുടെ റിമൂവൽ ഓഫ് ന്യൂക്ലിയർ മിസൈൽസ്. അങ്ങനെ രണ്ട് സൂപ്പർ പവേഴ്സും കൂടെ വേൾഡിലുള്ളത് അടുത്ത ഒരു ന്യൂക്ലിയർ വാറിലേക്കുള്ള എത്തിപ്പെടുകയാണ്. ആ സമയത്താണ് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വിധത്തിൽ ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഉണ്ടാകും. അതിൽ നിന്ന് ആ ക്രൈസിസിൽ സോവിയറ്റ് മിസൈൽസ് ക്യൂബയിൽ നിന്ന് മാറ്റാനും മാറ്റണം എന്നുള്ള ഒരു ഉദ്ദേശം വരുന്നു. അമേരിക്ക പ്രോമിസ് ചെയ്യുന്നു നമ്മൾ അവിടെ ക്യൂബനെ അറ്റാക്ക് ചെയ്യില്ല. ആ പീസ്ഫുൾ എൻഡ് അല്ലെങ്കിൽ ആ പീസ്ഫുൾ മിസൈൽ ക്രൈസിസിനെ ഫോളോ ചെയ്തിട്ട് ബാക്കിയുള്ള ബൈപോളാർ മിലിറ്ററി ഹോസ്റ്റിലിറ്റീസും അതിനെ ഈ കോൾഡ് വാറിനെ ഡിറ്റൻഷൻ എന്ന് പറയാം. ഈ ഡിറ്റൻഷനിൽ ഈ പീരീഡിൽ വരുമ്പോൾ ഒരു പാർഷ്യൽ ട്രീറ്റി, ഒരു ബാൻ ട്രീറ്റി വരുന്നുണ്ട്. PTBT എന്ന് പറയും 1963 മുതൽ അപ്പൊ 70 വരെ. ഈ ക്യൂബൻ ക്രൈസിസിനെ ഈ പാർഷ്യൽ ബാൻ ട്രീറ്റ് വരെ നെഗോഷിയേറ്റ് ചെയ്ത് 1955 വരെ നെഗോഷിയേറ്റ് ചെയ്തു. അതിൽ സൈൻ ചെയ്തത് ബ്രിട്ടൻ, USA ആൻഡ് സോവിയറ്റ് യൂണിയൻ എഗ്രി ചെയ്യുന്നുണ്ട്. ലിമിറ്റ് ചെയ്യാൻ ന്യൂക്ലിയർ ആംസിനെ ഒരു ബെയർ മിനിമത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തിക്കുന്നു. അതിനുശേഷം ഈ PTBT ബാൻ ചെയ്യുന്നു ന്യൂക്ലിയർ ടെസ്റ്റ്. അതായത് അറ്റ്മോസ്ഫിയറിൽ പാടില്ല, ഗ്രൗണ്ടിൽ പാടില്ല, അണ്ടർ വാട്ടറിൽ പാടില്ല. പക്ഷെ അത് വന്നിട്ട് അണ്ടർഗ്രൗണ്ട് ടെസ്റ്റിങ്ങിനെ പറ്റി ബാൻ കൊടുത്തിട്ടില്ല. ഈ അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും ഒരു അണ്ടർഗ്രൗണ്ട് ടെസ്റ്റിംഗ് വരുന്നത്. അതിനെയാണ് നമ്മൾ 1996 അതിന്റെ പേരാണ് കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി, CTBT. ഈ CTBT എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാ പവേഴ്സിനോടും ന്യൂക്ലിയർ ടെസ്റ്റിംഗ് ഇൻ സ്പേസ് 1967 എൻറ്റയർ ആയിട്ടുള്ള ലാറ്റിൻ അമേരിക്കനെയും ഡിക്ലെയർഡ് അതിനെ ന്യൂക്ലിയർ വെപ്പൺ ഫ്രീ സോൺ എന്ന് ഡിക്ലെയർ ചെയ്യണം. എന്നിട്ട് ആ ഡിക്ലെയർ ചെയ്യാനുള്ള ട്രീറ്റിയുടെ പേരാണ് ട്രീറ്റി ഓഫ് ടാലലോക്ക. ഇതിൽ ബ്രിട്ടൻ, USA, സോവിയറ്റ് യൂണിയൻ ഒരു സൈൻ ചെയ്തു. ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി NPT 1968. അത് മാത്രമല്ല പ്രോമിസ് കൊടുത്തു അങ്ങനത്തെ ഒരു വിധത്തിലുള്ള ട്രാൻസ്ഫറും വെപ്പൺസിനെ വേറൊരു കൺട്രിക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പാടില്ല, അങ്ങനെയും പറഞ്ഞു ഉദ്ദേശിച്ചൊക്കെ. പിന്നെ രണ്ട് ഫാക്ടേഴ്സ് പിന്നെ റിലാക്സ് ചെയ്യാൻ, ഹോസ്റ്റിലിറ്റി റിലാക്സ് ചെയ്യാൻ വരുന്നത് മുഴുവനും രണ്ട് ജർമ്മൻ സ്റ്റേറ്റ്സ്, അതായത് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനിയും ജർമ്മൻ റിപ്പബ്ലിക് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയ റെക്കഗ്നൈസ് ചെയ്ത സൂപ്പർ പവേഴ്സിനെ ഒരു മെമ്പർഷിപ്പ് കൊടുത്തു യുണൈറ്റഡ് നേഷൻസിൽ. വെസ്റ്റ് ജർമ്മനിയും ഈസ്റ്റ് പാർട്ടായ സോവിയറ്റ് യൂണിയൻ. പിന്നെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ അമേരിക്കയും സോവിയറ്റ് യൂണിയൻ സൈൻഡ് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആംസ് ലിമിറ്റേഷൻ ടോക്സ്, സോൾട്ട് എന്ന് പറയും. അത് ഒരു എഗ്രിമെന്റ് 72 സൈൻ ചെയ്യുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഫേമസ് ആയിട്ടുള്ള ഹെൽസിനിക്കി സമ്മിറ്റ് ആണ്.
ഈ ഹെൽസിനിറ്റിക്ക് സമ്മിറ്റ് നടന്നത് 1975-ലും. അതിൽ വഴി അവര് ഒരു സമ്മിറ്റ് വേരിയസ് ഡിക്ലറേഷൻ കൊണ്ടുവരുന്നുണ്ട് ഈ ക്യാരക്ടറൈസ്ഡ് ആയിട്ടുള്ള ഈ 1970-ൽ. ഇനി ഹെൽസിനിക്കി ഡിക്ലറേഷൻ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാല് സോവിയറ്റ് യൂണിയനും സോഷ്യലിസ്റ്റ് യൂണിയനും അലൈസും ഇതെല്ലാരും കൂടെ ഈ എല്ലാ മെമ്പേഴ്സുമായ 75-ലാണ് നടക്കുന്നത്. 1975-ൽ നാറ്റോ മെമ്പേഴ്സ് വാർസോ സൈൻഡ് പാക്ടിൽ കൂടെ ഹെൽസിനിക്ക് ഫൈനൽ ആയിട്ടുള്ള ഒരു ആക്ട് കൊണ്ടുവരാണ്. അതിന് കോൺഫറൻസ് ഓൺ സെക്യൂരിറ്റി ആൻഡ് കോഓപ്പറേഷൻ യൂറോപ്പ് എന്ന് പറയും. ഇത് നടന്നത് ഹെൽസിനിക്കിയിലാണ്, ഫിൻലാൻഡില്. ഇതിൽ കൂടെ ഡീറ്റൻഷനായ ആ ടെൻഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി സൂപ്പർ പവേഴ്സിന്റെ ടെൻഷൻ കുറയ്ക്കുകയും പോളിസി US പ്രസിഡന്റായ റിച്ചാർഡ് നിക്സണും അതേമാതിരി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഹെൻറി കിങ്സിഗറാണ് ഇതിനെ ഫോർമാറ്റ് ചെയ്യുന്നത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് കൊണ്ട് സെവറൽ ആയിട്ടുള്ള കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സും ആംസിന്റെ അല്ലെങ്കിൽ യുദ്ധ കോപ്പുകൾ റിഡക്ഷൻ ചെയ്യാനും കുറയ്ക്കാനും രണ്ട് കോൾഡ് വാർ അഡ്വൈസറീസ് വരാണ്ടിരിക്കാനും അവർ ശ്രമിക്കുന്നു. ഇതിനുശേഷം നമ്മൾ കാണാൻ വന്നത് നിക്സൺ മോസ്കോയിലേക്ക് വിസിറ്റ് പോകുന്നു. ആ വിസിറ്റ് പോകുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഡെവലപ്മെന്റ് ആണ് അവിടെ. അതിനുശേഷം 1975-ൽ അതിന്റെ ഡീറ്റൻഷൻ അപ്പാരന്റ് ആയിട്ട് കുറയുന്നു. ഇപ്പോ നിക്സൺ റിസൈൻ ചെയ്തു, അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള പദം റിസൈൻ ചെയ്യും, US വിയറ്റ്നാമിൽ നിന്ന് വിഡ്രോ ചെയ്യുകയും ചെയ്യുന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് നോർത്ത് ജയിച്ചു, സൗത്ത് വിയറ്റ്നാമിന്റെ കൺട്രോളിൽ വരുമ്പോൾ അത് അവിടെ നിന്ന് റിട്രോ ചെയ്ത് പോകുന്നു. പ്രോഗ്രാംസ് റിഡക്ഷൻ, അതായത് ആംസ് റിഡക്ഷൻ ടോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോവിയറ്റ് യൂണിയനും വന്നുകൊണ്ടിരിക്കുന്നു. 1975-ൽ സോവിയറ്റ് യൂണിയനും യുണൈറ്റഡ് സ്റ്റേറ്റ്സും കൂടെ ഒരു പുതിയൊരു പോളിസി അതിനെ ഈ ഹെൽസിനിക്കി മീറ്റിംഗ് വെച്ച മാതിരി ഒരു ഫൈനൽ ആക്ടിലേക്ക് കൊണ്ടുവരുന്നു ഓഗസ്റ്റ് 1 ഈ ആക്ട് പ്രകാരം അവര് കൺസൾട്ട് ചെയ്യാൻ ഓർഗനൈസേഷൻ കൊണ്ടുവരണം. ഇതിൽ എക്കണോമിക് ട്രേഡ് ഇഷ്യൂസ്, ആംസ് റിഡക്ഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ഈ ഹെൽസിനിക്കി അക്കോർഡ് പ്രകാരം ഫോർമലായിട്ടും നോൺ ബൈൻഡിങ് അഗ്രിമെന്റ്സും സൈൻ ചെയ്തത് 1975 ഓഗസ്റ്റിൽ. ഈ റെക്കോർഡ് പ്രകാരം അവര് 3 ഇഷ്യൂസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതായത് കോപ്പറേഷൻ, സെക്യൂരിറ്റി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. ഈ ഹെൽസിനിക്കി റെക്കോർഡ്സ് പ്രകാരം ഈസ്റ്റും വെസ്റ്റും എഗ്രി ചെയ്യുന്നു. കൾച്ചറൽ ലിങ്ക്സിലും എയിമിങ് എന്താ USA-യും USSR-ഉം അടുത്ത് വരണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവർ ചെയ്യുന്നതെങ്കിലും അവര് പ്രോമിസ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് പാർട്ടിസിപ്പേറ്റിംഗ് ചെയ്യാവുന്ന കൺട്രികളെ കൺഫർമേഷൻ കൊടുക്കുന്നുണ്ട് പീസിനും സെക്യൂരിറ്റിക്കും ജസ്റ്റിക്കും. 35 രാജ്യങ്ങളാണ് സൈൻ ചെയ്യുന്നത്. ആ ഹെൽസിനിക്കി അഗ്രിമെന്റിൽ സൈൻ ചെയ്തത് 35 രാജ്യങ്ങളാണ്. അതിന്റെ അതിന്റെ കണ്ടീഷൻസ് എന്താന്ന് വെച്ചാൽ എല്ലാ രാജ്യത്തിന്റെയും സോവറിനിറ്റിയും ഇക്വാലിറ്റിയും റെസ്പെക്ട് ചെയ്യുക. അതായത് ഒരു കാരണവശാലും ത്രെട്ടോ ഫോഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. മൂന്നാമത് ഒരു കാരണവശാലും ഫ്രോണ്ടിയേഴ്സിന് അറ്റാക്ക് ചെയ്യരുത്. നാലാമത് അത് ടെറിട്ടോറിയൽ ആയിട്ടുള്ള ഇന്റഗ്രിറ്റി ഓരോ സ്റ്റേറ്റിന്റെയും കണ്ടിന്യൂ പോവുക. പീസ്ഫുൾ സെറ്റിൽമെന്റ് 5ാമത്തെ കൊണ്ടുവരിക. നോൺ ഇന്റർവെൻഷൻ, ഇന്റേണൽ മാറ്റേഴ്സിൽ നോൺ ഇന്റർവെൻഷൻ കൊണ്ടുവരിക. 7ാമതായിട്ട് വരുന്നത് റെസ്പെക്ട് ചെയ്യുക, ഹ്യൂമൻ റൈറ്റ്സിനെയും ഫണ്ടമെന്റൽ ഫ്രീഡത്തിനെയും റെസ്പെക്ട് ചെയ്യുക, ഇൻക്ലൂഡിങ് ഫ്രീഡം ഓഫ് തോട്ട്, കോൺഷ്യസ് ആൻഡ് റിലീജിയൻ. പിന്നെ വരുന്നത് നമ്മൾ അറിയുന്നത് സെൽഫ് ഡിറ്റർമിനേഷൻ, എല്ലാവർക്കും അവരുടേതായ സെൽഫ് റൈറ്റ്സും സെൽഫ് ഡിറ്റർമിനേഷൻ കൊടുക്കുക. 9ാമത്തെ വരുന്നത് പല രാജ്യങ്ങൾ തമ്മിലുള്ള കോഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തു പോവുക. അതേമാതിരി അവരുടെ ഗുഡ് ഫെയ്ത്ത്, അതായത് ഇന്റർനാഷണൽ ലോയിലുള്ള ഫെയ്ത്ത് കണ്ടിന്യൂ ചെയ്യുക. ഹെൽസിനിക്കി അക്കോർഡിൽ കൂടെ അവർ കോൾഡ് വാർ, റെഡ്യൂസിങ് ദ കോൾഡ് വാർ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ US പ്രസിഡന്റ് ജെറാൾഡ് ഫോൾഡ് ക്രിട്ടിസൈസ് ചെയ്യുന്നു സോവിയറ്റ് യൂണിയനെ. അവരുടെ രാജ്യത്ത് ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷൻസ് നടക്കുന്നു, അത് ഈ പറഞ്ഞിട്ടുള്ള സൈനിന് എഗെയിൻസ്റ്റ് ആണെന്ന് പറയുന്നു. അപ്പോ സോവിയറ്റ് യൂണിയൻ അവരെ അമേരിക്കയെ ക്രിട്ടിസൈസ് ചെയ്യാണ്. ഇന്റർഫിയറൻസ് ചെയ്യാൻ പാടില്ല, അവരുടെ ഡൊമസ്റ്റിക് പോളിസികളിൽ ഇന്റർഫിയറൻസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. ജിമ്മി കാർട്ടർ
ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയും കോർണർ സ്റ്റോൺ ആയിട്ട് പറയുന്നുണ്ട് ഹെൽസിനിക്കില്. ഇതേമാതിരി അവര് പറഞ്ഞു അവസാനിപ്പിക്കുന്നത് അവര് ബിട്രയൽ, ഈസ്റ്റേൺ യൂറോപ്പ് ബിട്രയൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. US പ്രസിഡന്റായ റൊണാൾഡ് റീഗൻ 80 മുതൽ ഒരു ഹെൽസിനിക്കി അപ്പീസ്മെന്റിന്റെയും അതിനെ ഡിസൈഡ് ചെയ്ത കോൺഫറന്റ് ആയ സോവിയറ്റ് യൂണിയനെയും പരാമർശിക്കുന്നു. റീഗൻ റിവൈവ് ചെയ്യുകയാണ്, കോൾഡ് വാറും ചെയ്യാൻ പാടില്ല. സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിലെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അഫ്ഗാൻ ആൻഡ് ഫോറിൻ ഫൈറ്റേഴ്സ് കൊണ്ടുവന്ന് മുജാഹിദ് എന്ന് പറഞ്ഞിട്ട് ഈ അക്കോർഡൊക്കെ ഇങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഈ ഭാഗത്തിന്റെ അവസാനമായിട്ട് വരുന്നത്. നമ്മളുടെ ഗോർബച്ചോവിന്റെ മിഖായിൽ ഗോർബച്ചോവിന്റെ ആക്ടിവിറ്റിയോടുകൂടി ഇത് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.